സൂരജ് സജി ആയിരുന്നു മറ്റത്തൂരിൽ നിന്നും. സൂരജ്, ഏറ്റവും വലിയ ക്ലൈമാക്സ് ഉണ്ടായത്, ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടായത് ഒരു തർക്കം വേണം മറ്റത്തൂരാണ്. സൂരജ് ഇന്നലെ ആ സമയം മൊത്തം അവിടെ ഉണ്ടായിരുന്നതിനും. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ LDF 10, UDF 8, NDA 4, സ്വതന്ത്രം 2 എന്നുള്ളതാണെങ്കിൽ ഇതിനുശേഷം LDF 10, UDF 0, NDA 12, സ്വതന്ത്രം 2 എന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ടാലി വല്ലാതെ മാറിമറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇനി കോൺഗ്രസ് നേതൃത്വം എന്ത് പറഞ്ഞാലും സാങ്കേതികമായി അവിടെ അത് സ്വതന്ത്രരുടെ ഭരണ സംവിധാനമാണ് എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. പുറത്താക്കലുകളുടെ പരമ്പര നമ്മൾ കാണുകയാണ് തൃശ്ശൂരിൽ. സൂരജ്, അഷ്മി, സിനിമയിലൊക്കെ കാണുന്ന, കാരണം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇരിക്കെ ഒരു 15 മിനിറ്റ് മുമ്പാണ് നമ്മുടെ കയ്യിൽ ഒരു ലെറ്റർ കിട്ടുന്നത്. അത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു എന്നുള്ളതായിരുന്നു ആ കിട്ടുന്ന ലെറ്ററിന്റെ ഉള്ളടക്കം. ആ കത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുന്നു. പക്ഷേ ഇവർ രാജിവെച്ചു എന്നത് മനസ്സിലായി. പക്ഷേ എന്തിന് രാജിവെച്ചു എന്നത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അരമണിക്കൂർ നേരം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും സ്വന്തം പാളയത്തിലും എതിർപ്പാളയത്തിലും ഉള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇന്നലെ മറ്റത്തൂരിലുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ നാടകീയ സംഭവങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി, അതായത് ടെസ്സിയെ ഈ പാനലിൽ നിന്ന്, അതായത് രാജിവെച്ച കോൺഗ്രസിന് പുറമെ വിമതയായി ജയിച്ച ടെസ്സിയുടെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ പ്രഖ്യാപിക്കുന്നത്. തൊട്ടു പിന്നാലെ 8 അംഗങ്ങളിൽ ഒരാൾ പിന്തുണയ്ക്കുന്നു. BJP ഇവർക്കൊപ്പം ചേരുന്നു. അങ്ങനെ 12 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി മറ്റത്തൂരിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസ് BJP വിമത സഖ്യം നീക്കം നടത്തി. അത് വിജയിക്കുകയും ചെയ്തു. അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടു. ഇതിൽ DCC ആണെങ്കിൽ പോലും ഞെട്ടിത്തരിച്ചു പോയത് കോൺഗ്രസിന്റെ DCC ഭാരവാഹികളടക്കം ഒപ്പം നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നീക്കം നടത്തിയതെന്നുള്ളതാണ്. TM ചന്ദ്രൻ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അവരുടെ കയ്യിലാണ് ഈ വിപ്പ് അടക്കം നൽകാൻ വേണ്ടി കൊടുത്തുവിട്ടത്. പക്ഷേ ഈ വിപ്പ് ഇവരാരും എഴുതി നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, അപ്പാടെ BJPയിലേക്ക് പോവുകയും ചെയ്തു. TM ചന്ദ്രനെതിരെ നടപടിയെടുക്കുന്നു. തൊട്ടു പിന്നാലെ മണ്ഡലം പ്രസിഡന്റ് ഷാഫിക്കെതിരെ നടപടിയെടുക്കുന്നു. അവിടം കൊണ്ടും തീർന്നില്ല. രാത്രി വൈകിയും മാരത്തൺ നടപടികളായിരുന്നു. 8 പഞ്ചായത്ത് മെമ്പർമാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. 2 വിമതരെ, അത് ഇവരെല്ലാവരും അഭ്യർത്ഥിച്ചത് പ്രകാരം ഈ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി വീണ്ടും അവരെ പുറത്താക്കേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ടായി. ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത് അതുകൊണ്ടും അവസാനിക്കുന്നില്ല, കർശന നടപടിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ഇവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് കൃത്യമായി DCC പ്രസിഡന്റും പറയുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഡാമേജ് ആണ്. അത് കേരളത്തിലുടനീളം ഈ വിഷയം ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് മറ്റത്തൂർ മാറി. ചൊവ്വന്നൂരിലും ഇതുപോലെ സമാനമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. കാശ്മീർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കുന്നംകുളത്തെ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം, അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റ സമയത്ത് അവരുടെ രക്ഷകനായി അവതരിച്ചത് വർഗീസ് ചൊവ്വന്നൂർ എന്ന് പറയുന്ന പ്രാദേശിക നേതാവാണ്. അദ്ദേഹം DCC അംഗം കൂടിയാണ്. ആ വർഗീസ് ചൊവ്വന്നൂരിന്റെ നേതൃത്വത്തിൽ അവിടെ ചൊവ്വന്നൂരിൽ ഒരു SDPI സഖ്യമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വർഗീസ് ചൊവ്വന്നൂരിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. അവിടെ LDFന് 5 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. LDFന് 6 അംഗങ്ങളും UDFന് 5 അംഗങ്ങളും SDPIക്ക് 2 അംഗങ്ങളും. ഈ SDPIയുടെ പിന്തുണയോടുകൂടി 7 വോട്ടിൽ UDFന്റെ AM നിതീഷ് പ്രസിഡന്റ് ആകുന്നു. വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യ സെബേറ്റ വർഗീസ് അവിടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നു. തൊട്ടു പിന്നാലെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് തന്നെ ഇടപെട്ട് ഇവരോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവരാകട്ടെ രാജിക്ക് വഴങ്ങിയില്ല. 25 വർഷത്തെ LDFന്റെ ഭരണമാണ് തങ്ങൾ അവസാനിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ തയ്യാറല്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇപ്പോൾ വർഗീസ് ചൊവ്വന്നൂരിനെതിരെയും നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് DCC. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.